ഒരു ദിവസം ഞാനും മമ്മൂട്ടിയും കൊച്ചിൻ അനീഫയും കൂടി ഒരു മീറ്റിങ്ങിന് പോവുക MG റോഡിൽ കൂടെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. മമ്മൂട്ടി വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടി ഇങ്ങനെ റോഡ് സൈഡിലുള്ള പോസ്റ്റേഴ്സ് നോക്കുകയാണ്. സ്ഫടികത്തിൻ്റെ മഴയത്ത് മുമ്പ് 25 ദിവസം. അപ്പം മമ്മൂട്ടി എന്നോട് പറഞ്ഞു, കണ്ട സ്ഫടികത്തിൽ അവൻ്റെ പടം, അവൻ്റെ മുഖം മാത്രം. നമ്മളെൻ്റെ മഴയത്ത് മുമ്പേ ഉണ്ട് ശോഭനി മറിയാരയ്ക്കോ. ചുമ്മാ ഇങ്ങനെയുണ്ടോ കള്ളന്മാര് ലോകത്ത്? വെറുതെ ഇങ്ങനെ ഓരോ റൂമിലും കയറി വന്ന് നട്ടാ കുരുക്കഥ നുണകൾ പറയല ഇവന്റെയൊക്കെ ഹോബി. നീ ആ മാധവൻ നായരെ വിളിച്ചൊന്ന് പറ, എൻ്റെ പടം മാത്രമായിട്ട് അഴകാൻ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച ഒരു കുഴപ്പമുണ്ട്, എൻ്റെ പടം വെച്ചിട്ട് ഫ്ലക്സ് ഇറക്കാൻ ഞാൻ പറയുന്നു. അപ്പൊ പുള്ളി പിന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞാണെങ്കിൽ പുള്ളിക്ക് വേണ്ടി തോന്നി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പൊ പിന്നെ സഹിക്കാൻ പറ്റില്ല. പുള്ളിയുടെ നായകനായിട്ടുള്ള പടത്തിൽ എൻ്റെ ഫ്ലക്സ്. അപ്പൊ മീറ്റിങ്ങിന് പോകുമ്പോ അവിടെ ഈ പ്രൊഡ്യൂസേഴ്സും അമ്മയുടെ ആൾക്കാരും തമ്മിലുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അറിയാം ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പം മാധവൻ നായർ പ്രൊഡ്യൂസർ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ മമ്മൂട്ടി കാറ് പാർക്ക് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ ഓടി മാധവൻ നായരുടെ അടുത്ത് പോയി. എൻ്റെ പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നം വരുന്നുണ്ട് ഒരു കൊടയിൽ, അതുകൊണ്ട് എന്തെങ്കിലും ആൻസർ കണ്ടു വെച്ചോ എന്ന് പറഞ്ഞു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? തനിച്ച് പുള്ളിയുടെ ഫേസ് മാത്രമായിട്ടുള്ള ഫ്ലക്സ് വരുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്ന നേരത്തെ ഇയാളെ കണ്ട് ഞാൻ മറ്റേ വന്നത് പറഞ്ഞ പോലെ വന്നു. തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞ് അത് നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മോഹൻലാലിൻ്റെ കഴിഞ്ഞ 2-3 പടങ്ങൾ വളരെ വീക്കായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ തീർന്നു. അതെ, അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഉദയനോട് താരത്തിൽ ഞാൻ പറയുന്നില്ല, എൻ്റെ മുഖം എൻ്റെ ഫുൾ ഫിഗർ അതൊക്കെ മമ്മൂട്ടിയാണ്. പറ്റിക്കാൻ വേണ്ടി പറയണതാണ് സാറേ. പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയണം. മമ്മൂട്ടിയുടെ ആഗ്രഹമാണ് ഞാനത് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ മോഹൻലാൽ പറച്ചില്ല. പറച്ചില്ല, അത് എന്ത് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ഞാൻ ചെന്നൈയിൽ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നിൽക്കുന്ന സൈഡിൽ. അപ്പോൾ നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ വയറിങ്ങനെ തുളുമ്പി വന്നതാണ്, നിങ്ങൾ ശരിക്കും ഭാഗ്യവാൻ. അതിവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ, പ്രത്യേകിച്ച് വാർത്തയൊന്നുമല്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഞാൻ പറയുകയാണ്. അപ്പോൾ പുള്ളിയുടെ മുഖം ഞാനങ്ങനെ പുകഴ്ത്താറില്ല, എൻ്റെ മുഖത്ത് തെളിച്ചൊക്കെ വന്നു. സാറ് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ കൊള്ളക്കാരനായിട്ട്? അങ്ങനെ പറഞ്ഞു. മറ്റൊന്നുമല്ല, നിങ്ങളെ മക്കൾ രണ്ടുപേരും നിങ്ങളെ പോലെ ആയില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ മുഖത്ത് 40 എക്സ്പ്രഷൻ വന്നു. എന്നെ തല്ലണമെന്നുണ്ട്, പക്ഷേ മക്കളെ പറ്റി നല്ലത് പറഞ്ഞാണെങ്കിൽ തല്ലുന്നത് ശരിയല്ലല്ലോ. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.